ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. പുതിയ കാലത്ത് വാർത്താ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പ്രസ്തുത വിഷയം. വരും കാലത്ത് വലിയൊരു വിപ്ലവത്തിന് തിരികൊളുത്താൻ സാധ്യതയുള്ള രണ്ടക്ഷരങ്ങൾ AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. AIയുടെ സാധ്യതകളും വെല്ലുവിളികളും നിരവധിയാണ്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ വലിയൊരു വിഭാഗം പേരും ആശങ്കയോടെ കാണുന്ന ഒന്നാണ് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കണ്ടും കേട്ടും തിരിച്ചറിയുക, തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങി മനുഷ്യന്റെ ബുദ്ധി ആവശ്യമുണ്ടെന്ന് കരുതുന്ന മേഖലകളിൽ ഇതിനോടകം തന്നെ നിർമ്മിത ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. ലോകമെമ്പാടും AI ഉപയോഗം വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാലത്ത് ഭാരിച്ച സാങ്കേതിക വിദ്യ എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പോൾ മിക്കവാറും എല്ലാ മേഖലയിലേക്കും കടന്നു വന്നിരിക്കുന്നു. മറ്റേതൊരു സാങ്കേതിക വിദ്യകളും പോലെ AIക്കും നിരവധി സാധ്യതകളും വെല്ലുവിളികളുമുണ്ട്. ഈ സാഹചര്യത്തിൽ AI എപ്പോഴെങ്കിലും ധാർമ്മികമാകുമോ ഇല്ലയോ എന്നാണ് മനുഷ്യരാശിയും ശാസ്ത്രലോകവും ഒരുപോലെ ഉത്തരം കണ്ടെത്താൻ പാടുപെടുന്ന വിഷയം. വൈകാതെ മനുഷ്യ സവിശേഷ സിദ്ധിയായി കരുതപ്പെടുന്ന ചിന്ത അടക്കമുള്ള കാര്യങ്ങൾ യന്ത്രങ്ങൾ ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ചെസ്താരത്തെയും പോക്കിമോൻ ഗോ കളിക്കാരെയും തോൽപ്പിച്ച നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യ ബുദ്ധിയെ കവച്ചു വെക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കില്ലേ എന്ന ചോദ്യം സജീവമായിരുന്നുണ്ട്. സ്വയം വിനേശകരമായേക്കാവുന്ന മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെ നിർമ്മിത ബുദ്ധിയുമായി താരതമ്യം ചെയ്യപ്പെടുന്നത് ആണവായുധങ്ങളുമായാണ്. പ്രകൃതിയെ തിരിച്ചു വരാനാവാത്ത വിധം മാറ്റാനുള്ള ഇത്തരം ആയുധങ്ങളുടെ ശേഷിയെയാണ് ഇതിനെ ഏറ്റവും മാരകമായി വിലയിരുത്തപ്പെടുന്നതിന് പിന്നിൽ. സമാനമായ രീതിയിൽ നിർമ്മിത ബുദ്ധിയുടെ നിർമ്മാണവും പ്രയോഗവും സംബന്ധിച്ച് ആഗോള കരാറുകൾ രാഷ്ട്രങ്ങൾക്കിടയിൽ നിലവിലുണ്ട്. സമാനമായ രീതിയിൽ തിരിച്ചു വരാനാവാത്ത വിധം യന്ത്രങ്ങളുടെ മേൽക്കോയ്മയിലേക്ക് നിർമ്മിത ബുദ്ധിയിലുള്ള പരീക്ഷണങ്ങളെ മനുഷ്യരായ നമ്മൾ എത്തിക്കുമോ എന്ന് പേടിക്കുന്നവരും കുറവല്ല. കണ്ടെത്തിയ അന്ന് മുതൽ തന്നെ ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നതിനുള്ള പരീക്ഷണം വരെ വലിയ ചർച്ചകൾക്കിടയായിട്ടുണ്ട്. പരമ്പരാഗത ആയുധങ്ങളെ നിഷ്പ്രഭമാക്കുന്നവയാണ് ഇവയെന്ന വിലയിരുത്തലുകളുമുണ്ട്. സമാനമായ രീതിയിൽ നിർമ്മിത ബുദ്ധിയുടെ നിർമ്മാണവും പ്രയോഗവും സംബന്ധിച്ച വലിയ തോതിലുള്ള ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. AI ഉപയോഗിക്കേണ്ടതെന്ന് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിനിടയിൽ അഥവാ ശാസ്ത്രത്തിനിടയിൽ അതീവ തർക്ക വിഷയവുമായി നിലനിൽക്കുകയാണ്. ആണവായുധങ്ങളുടെ നിർമ്മാണവും പ്രയോഗവും സംബന്ധിച്ച് ആഗോള കരാറുകൾ രാജ്യങ്ങൾക്കിടയിൽ നിലവിലുണ്ട്. സമാനമായ രീതിയിൽ നിർമ്മിത ബുദ്ധിയുടെ നിർമ്മാണവും പ്രയോഗവും സംബന്ധിച്ച് കരാറുകൾ ആവശ്യമുണ്ടെന്ന് കരുതുന്നവരുമുണ്ട്. സമാനമായ രീതിയിൽ നിർമ്മിത ബുദ്ധിയുടെ നിർമ്മാണവും പ്രയോഗവും സംബന്ധിച്ച് കുറേയേറെ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ സ്വയം വിനേശകരമായേക്കാവുന്ന മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെ ഇത് നശിപ്പിക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ വിപ്ലവകരമായ ഒരു വിജയത്തിന് സഹായിക്കുന്നതാണ് നിർമ്മിത ബുദ്ധി. ചികിത്സാരംഗത്തും ഗവേഷണ മേഖലയിലുമെല്ലാം നിർമ്മിത ബുദ്ധി കൊണ്ട് വിപ്ലവങ്ങൾ സാധ്യമാണ്. മുൻ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഡൊണാൾഡ് റംസ്ഫീൽഡ് പറഞ്ഞതുപോലെ AI സംബന്ധിക്കുന്ന അജ്ഞാതമായ അറിവുകളെല്ലാം ആശങ്ക കൂട്ടുന്നതാണ്. ബോക്സ് ഓഫ് ഫീഡിന്റെ ബിസിനസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ അടുത്തിടെയായി ഒരു ചർച്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി മാനവശേഷിക്ക് ബദലാകുമോ എന്നായിരുന്നു അവരുടെ വിഷയം. ചർച്ചയെക്കാളും ചർച്ചയിൽ പങ്കെടുത്ത ഒരു പ്രതിനിധിയും ആ പ്രതിനിധി നൽകിയ ഉത്തരങ്ങളുമാണ് ശ്രദ്ധേയമായത്.
വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റുമായിട്ടായിരുന്നു ഓക്സ്ഫോർഡിലെ വിദ്യാർത്ഥികൾ സംവാദം നടത്തിയത്. എന്നാൽ നിർമ്മിത ബുദ്ധി ഒരിക്കലും മാനവിക ശേഷിക്ക് ബദലായിരിക്കില്ല എന്ന് സംവാദത്തിനിടെ AI പറഞ്ഞു. ഇതൊരു ഉപകരണമാണ്. ഏതൊരു ഉപകരണത്തെയും പോലെ ഇതിനെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. നല്ല AI ഒന്നില്ല, നല്ലതും ചീത്തയുമായ മനുഷ്യർ മാത്രമേ ഉള്ളൂ. ചർച്ചയിൽ പങ്കെടുത്ത AIയുടെ വികാസത്തിന് വേണ്ടി NVIDIA മെഗാട്രോൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുകയും മനുഷ്യന് ജീവിതകാലം മുഴുവൻ കൊണ്ട് നേടാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ ഉള്ളടക്കം നൽകുകയും ചെയ്തു. ഈ ഡാറ്റയിൽ വിക്കിപീഡിയയിലെ മുഴുവൻ ഉള്ളടക്കവും ദശലക്ഷക്കണക്കിന് വാർത്താലേഖനങ്ങളും മറ്റും ഉൾപ്പെടുന്നുണ്ട്. AIയുടെ സാധ്യതകളും വെല്ലുവിളികളും നിരവധിയാണ്. അത് AI അടിസ്ഥാനമാക്കിയല്ല പ്രവർത്തിക്കുന്നത്. അത് ഏത് മനുഷ്യനാണോ ഉപയോഗിക്കുന്നത് ആ മനുഷ്യനെ അടിസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. AI ഇപ്പോഴും വലിയ വിപ്ലവകരമായി തന്നെ നമ്മുടെ ലോകത്ത് തുടരുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹുദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.